ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ന്യൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ? അപ്പം ഞങ്ങൾക്ക് സുഖമാണ്, നല്ല മഴ കേട്ടോ. അപ്പോൾ ഇന്നൊരു ബർത്ത്ഡേ പരിപാടി കൂടിയാണ്. അപ്പോൾ ഇച്ചിരി പായസം വെക്കണം. ബർത്ത്ഡേക്കാരിയൊക്കെ സ്കൂളിൽ പോയിക്കുക കേട്ടോ. അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് പായസം വെപ്പാണ് കേട്ടോ. ഇങ്ങനത്തെ സേമിയ പായസം വെക്കണത് 2 കവറാട്ടോ വാങ്ങിക്കണത്. കുറച്ച് പായസം കുറച്ച് അധികം വേണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ഉണ്ടാക്കുകയാണ്. അപ്പുറത്തും എല്ലാ വീടുകളിൽ കൂടിയൊക്കെ ഇച്ചിരി കൊടുക്കാൻ. അപ്പം അങ്ങനെ വെറും പായസം വെച്ചങ്ങാണ്ട് അങ്ങനെ തന്നെ ഉള്ളൂ കേട്ടോ. ഒരു കേക്ക് വാങ്ങിയാൽ മുറിച്ചു, അല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ. അങ്ങനെയൊക്കെ തന്നെ ഉള്ളു ഉണ്ടാകല്. അതും നമ്മളങ്ങനെ വല്ലാതെ ആഘോഷിക്കലൊന്നുമില്ല. പക്ഷേ ഈ മക്കൾ നമ്മളെ സമ്മതിക്കൂല, എല്ലായിടത്തും ഇങ്ങനെ കണ്ടിട്ടേ. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ സേമിയം നല്ലോണം നെയ്യിൽ ഒന്ന് വറുത്തെടുക്കണുണ്ട്. അതുപോലെ ചവ്വരി ഒന്ന് വറുത്തുങ്ങാണ്ട് ഒന്ന് വേവിച്ച് കൊടുത്തിക്കണം കേട്ടോ. അത് ഗ്യാസുമ്മ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അടുപ്പിലാണ് വെക്കണത്. എന്നാലുള്ളൂ എല്ലായിടത്തും കൂടിയും തീ തട്ടുള്ളൂ. ഗ്യാസുമ്മ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ആവും തട്ടുക. അപ്പോൾ ഒപ്പം അങ്ങോട്ട് വെന്ത് ശരിയായി വരില്ല. കൂടുതൽ വെക്കുമ്പോൾ നമുക്കിങ്ങനെ കല്ലില്ല അടുപ്പുമ്മ വെക്കുക നല്ലത്. അപ്പം അങ്ങനെ ആദ്യം 1 കവറ് പാൽ ഞാൻ ഒഴിച്ചങ്ങാണ്ടൊന്ന് വേവിച്ചെടുക്കട്ടെ. അപ്പം നല്ലോണം കുറുവിക്കണം. അപ്പം ഇച്ചിരി വെള്ളവും കൂട്ടിയിരിക്കണം കേട്ടോ. അല്ലാതെ പെട്ടെന്ന് കുറുവിയാണ്ട് വേവൂല. അപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ചിക്കണം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് എന്നും ഞാൻ പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ട് നമ്മൾ വീഡിയോ ആരെങ്കിലുമൊക്കെ കാണാൻ ആദ്യമായിട്ട് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇപ്പോൾ വീഡിയോസ് ഇടണം ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ട് വ്യൂ ഒക്കെ കാണുമ്പോഴാണല്ലേ നമുക്ക് വീണ്ടും വീണ്ടും ഇടാൻ തോന്നുക. ആ വ്യൂ ഒക്കെ കുറഞ്ഞ് കാണുമ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് കണ്ട് വീഡിയോ ഇട്ടിട്ടൊന്നും ആരും കാണുന്നില്ലല്ലോ എന്നുള്ളൊരു നമുക്കൊരു വിഷമാക്കാരം. അപ്പോൾ കാണുന്നോല് ഫുള്ളായിട്ട് കാണുക. കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടുകൊണ്ടു കേട്ടോ. അങ്ങനെ പായസം സേമിയന ഒരുവിധമൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് ചവ്വരി കൊണ്ടുവന്ന് ഇട്ടു. അതും ഒന്നും കൂടി തിളച്ചപ്പോൾ പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മളെ പായസം 2ാമത്തെ കവറും ഞാൻ ഒഴിച്ച് 2ഉം 3ഉം കവറ് 3 കവർ പാലാണ് കേട്ടോ ഒഴിച്ചിരിക്കണത്. നല്ലൊരു ടേസ്റ്റും കുറുകിയൊക്കെ വരുള്ളൂ. അപ്പം അതിനും വേണ്ടിയാണ്. പായസം അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പായസപ്പരിപാടി ഇങ്ങനെ പുരോഗമിച്ചിരിക്കുകയാണ്. 3 കവർ പാലും 2 കവറ് സേമിയനും പിന്നെ എത്രയെന്നൊന്നും അറിയില്ല ചവ്വരി വാങ്ങിയത്. അങ്ങനെ അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ട്. എല്ലാവരും അതിലൊക്കെ മഴയൊക്കെ ഉണ്ടോ? അപ്പോൾ പഞ്ചസാര കൂട്ടിങ്ങാണ്ട് പൊടിച്ച ഏലക്കായാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് മിൽക്ക് മേഡാണ്. മിൽക്ക് മേഡ് ഇതിപ്പോൾ എത്രയെന്നാ മിൽക്ക് മേഡ് ഇതിൻ്റെ ഒരു പകുതി ഭാഗമുള്ളൂ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട്. പിന്നെ അതിനൊരു ഇച്ചിരി എടുത്തുങ്ങാണ്ട് നമ്മളൊന്ന് കാരമൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ വെള്ള കളറൊന്ന് മാറി ഒന്ന് ചുമപ്പ് കളറായി വരാൻ വേണ്ടിയിട്ട് അത് പഞ്ചസാര ഉരുകി വന്നിട്ട് പഞ്ചസാര കുറച്ചുള്ളൂ എടുത്തിട്ട് ആ ഉരുകി വരുമ്പോൾ അതിക്ക് ഈ കുറച്ച് മിൽക്ക് മേഡും കൂടി ഒഴിച്ചാലേ നല്ല ചുമന്ന കളറായി വരും. അപ്പോൾ ഇവിടെ പഞ്ചസാര മധുരം കൂട്ടാത്ത പോലെ ഒരുപാട് ആളുണ്ട് കേട്ടോ. അപ്പം അതിനും വേണ്ടി ഒരു നല്ല മധുരം ഇട്ടിട്ടില്ല, ഒരു മീഡിയം. കുറച്ചൊക്കെ മധുരം വേണേനും ഇങ്ങനെ പായസത്തൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ മധുരം വേണമല്ലോ. അപ്പോൾ കുറച്ചൊക്കെ ഉള്ളൂ ഇട്ടിട്ട് അങ്ങനെ
പിന്നെ എന്തൊക്കെയുണ്ട്? പിന്നെ അതേപോലെ അണ്ടിപ്പരിപ്പും മുന്തിരി നമുക്ക് കറുത്ത മുന്തിരിയാട്ടോ കിട്ടിയത്. പിന്നെ അതന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ കറുത്ത മുന്തിരിയാണ്. മുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടി നെയ്യിലൊന്ന് വറുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതോടുകൂടെ നമ്മളെ പായസം റെഡി ആയിട്ടോ. അടിപൊളിയാണ്, സൂപ്പറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയ വീഡിയോസായിട്ട് വരും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും